എൻ്റെ അമ്മ ടെൻഷൻ, ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച ഒരു കളി ഈ അടുത്ത കാലത്തെങ്കിലും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അമ്മാതിരി ടെൻഷൻ അടുപ്പിച്ചു കേട്ടോ. തുടക്കത്തിലൊന്നും അത്ര ടെൻഷനൊന്നും വന്നില്ല. സഞ്ജു ബാറ്റ് ചെയ്യുമ്പം ആദ്യം കുറച്ച് റൺസ് ആവുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു സഞ്ജു 15 റൺസ് ഉള്ളപ്പോൾ ആർച്ചറിന്റെ ബോളിൽ അവരുടെ ക്യാപ്റ്റൻ ബ്രൂക്ക് ക്യാച്ച് മിസ്സാക്കി അന്നേരം ആ സെക്കൻഡ് തൊട്ട് എന്റെ ടെൻഷൻ മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇനി പേടിക്കണ്ട, ഈ സഞ്ജുവിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഞാൻ ഒരു സെഞ്ചുറി എങ്കിലും സഞ്ജു അടിക്കുന്നു വെച്ചേ. കാരണം ബ്രൂക്ക് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ശരിക്കും പറഞ്ഞാൽ ലോകകപ്പ് ഇങ്ങനെ അയാൾ കയ്യെ തട്ടി വഴുതി അപ്പുറത്തോട്ടും വീണ പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. ക്യാപ്റ്റൻ ആ ലോകകപ്പ് താഴെ ഇട്ട് കളഞ്ഞാണ്, ഇന്ത്യയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്ത പോലെ. കാരണം ആ സഞ്ജു ആണ് 42 ബോളിലാണ് സഞ്ജു 89 റൺസ് അടിച്ചു കൂട്ടിയത്. അവിടെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്ര വലിയ സ്കോറിലോട്ട് എത്തി. 253 റൺസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ. സഞ്ജുവിന്റെ കളി എന്നൊക്കെ പറഞ്ഞാല് സഞ്ജുവിനെ സ്ഥിരതയില്ല ഒരു പ്രശ്നമായിരുന്നു സഞ്ജുവിനുണ്ടായിരുന്നത്. ഈ ലോകകപ്പില് സഞ്ജുവിന്റെ ലോകകപ്പാണ്. ഈ ലോകകപ്പിലെ എനിക്ക് തോന്നുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് സഞ്ജു സാംസൺ ആയിരിക്കും. സോറി, മാച്ച് അല്ല, സീരീസ്. പ്ലെയർ ഓഫ് ദ സീരീസ് സഞ്ജു സാംസൺ ആയിരിക്കും. 2 കളിയിൽ തുടർച്ചയായിട്ട് പ്ലെയർ ഓഫ് ദ മാച്ചായി. മാൻ ഓഫ് ദ സീരീസ് സഞ്ജു തന്നെ. അവിടെ അടുത്ത കളി ഫൈനലിൽ ഒരു മികച്ച പ്രകടനം സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാൻ ഓഫ് ദ സീരീസ് സഞ്ജു തന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. കാരണം ഈ ലോകകപ്പിലെ ആദ്യത്തെ കളിയാണെങ്കിലും ചെറിയ റണ്ണിൽ പുറത്തു പോയെങ്കിലും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. രണ്ടാമത്തെ കളിയിലും 8 ബോളില് നമ്മുടെ 24 റൺസ് എടുത്ത കളിയിലും ആദ്യത്തെ കളി 22 റൺസ് എടുത്ത കളിയിലൊക്കെ മികച്ച പ്രകടനമായിരുന്നു സഞ്ജുവിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അത് തന്നെയാണ് സഞ്ജു ക്വാർട്ടർ ഫൈനല് പോലത്തെ കളിയിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളിയിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യനെ സെമിയിലെത്തിച്ചു. സെമിയിലും മികച്ച പ്രകടനത്തിലൂടെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കരസ്ഥമാക്കി ഫൈനലിലോട്ട് ഇന്ത്യനെ വിട്ടു. ഒറ്റയാൾ പ്രകടനം തന്നെയായിരുന്നു സഞ്ജുവിന്റെ ഇന്നത്തെ കളിയിലും. സഞ്ജു ഷോ തന്നെയായിരുന്നു എന്ന് പറയാം. അത്രയ്ക്ക് മികച്ച പ്രകടനമാണ് സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കീപ്പിങ്ങിലൊക്കെയാണ് തകർപ്പൻ സ്റ്റംപിങ്ങും റൺഔട്ടും ഒക്കെ ആയിട്ട് കളം നിറഞ്ഞു കളിച്ചു. സത്യം പറഞ്ഞാൽ കോൺഫിഡന്റ് ഒക്കെ വന്നു. ഒരു കളിക്കാരൻ എന്ത് പെട്ടെന്നാണെന്നറിയോ ഒരു പുഞ്ചിരി. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ സീരീസിലൊക്കെ നമ്മൾ കാണലുണ്ട് സഞ്ജുവിനെ. നമ്മുടെ ന്യൂസിലാൻഡുമായിട്ടുള്ള കളി, കൊച്ചിയിൽ വന്ന കളിയിൽ തന്നെ ആ കീപ്പർ ആക്കാണ്ട് അവനെ മാറ്റി നിർത്തിയപ്പോൾ ഉള്ള അവന്റെ ആ അവസ്ഥ, നിരാശ ഒക്കെ കണ്ട ഒരു ചിരിയെല്ലാം പോയി സങ്കടപ്പോൾ ആ സഞ്ജു മാറി ഫുൾ ഫയറാണ്, ഫുൾ ചിരിയാണ്. അത് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത്. സഞ്ജുവിന്റെ ആ ചിരി കാണാനാണ് ആഗ്രഹിച്ചത്. സഞ്ജുവിന്റെ പ്രകടനം അതെല്ലാം സഞ്ജു നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ സന്തോഷത്തിന്റെ പരക്കോടിയിലാണ് നമ്മൾ എന്നുള്ളതാണ്. കാരണം ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച ഒരു കളി നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ അടുത്തെങ്കിലും ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച കളി കണ്ടിട്ടില്ല. കാരണം ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്തു. സഞ്ജുവിൻ ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യം ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ അതെല്ലാം മാറി. മികച്ച പ്രകടനമായിരുന്നു ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ ഭാഗത്ത്. 253 റൺസാണ് ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നത് എടുത്തത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ 18 ബോളിൽ 39 റൺസ്, ശിവൻ ദുബെ 25 ബോളിൽ 43 റണ്ണ്, സൂര്യകുമാർ യാദവ് 6 ബോളിൽ 11, മോശം പ്രകടനമായിരുന്നു. ഹാർദിക് പാണ്ഡെ 12 ബോളിൽ 27 റൺസ്, അതേപോലെ തിലക് വർമ്മ 7 ബോളിൽ 21 റൺസ്. ഇങ്ങനെ മികച്ച പ്രകടനമാണ് ബാറ്റിങ്ങിൽ എല്ലാവരും കാഴ്ചവെച്ചത്. നമ്മുടെ അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും മാത്രമാണ് ബാറ്റിങ്ങിൽ കുറച്ചെങ്കിലും ഫ്ലോപ്പ് ആയത്. സൂര്യകുമാർ ഫീൽഡിലും ഒരു 4 ഒക്കെ മിസ്സാക്കുന്നുണ്ട്. ഇങ്ങനത്തെ കളിയിലൊന്നും അങ്ങനെയൊന്നും വരാൻ പാടില്ലാത്ത കളിയാണ്. അപ്പം അവർ ബൗളിങ്ങിൽ ആർച്ചർ 4 ഓവറിൽ 61 റൺസാണ് വിട്ടു, 1 വിക്കറ്റാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന്റെ ആ വിക്കറ്റ് തുടക്കത്തിലേക്ക് കിട്ടിയെങ്കിൽ ആർച്ചർ വേറെ ലെവലായിപ്പോനെ. വിൽ ജാക്സ് 4 ഓവർ 40-ന് 2, അതുപോലെ തന്നെ ജെയിംസ് 3 ഓവർ 36, സാം കറൻ 4 ഓവറിൽ 53 റൺസ് വിട്ടു കൊടുത്തു, വിക്കറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ആദിൽ 4 ഓവർ 41-ന് 2 എന്നിങ്ങനെയാണ് അവരുടെ ബൗളിംഗ് പ്രകടനം. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ തുടക്കത്തിൽ അവരുടെ വിക്കറ്റ് വീണതാണ് ഇന്ത്യക്ക് ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവസാനത്തിനും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിജയപ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. തുടക്കത്തിൽ അവരുടെ വിക്കറ്റ് വീണപ്പോൾ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരുടെ സാൽട്ട് 5 റൺസിന്, ബട്ട്ലർ 17 ബോളിൽ 25 റൺസിന് പെട്ടെന്ന് തന്നെ പുറത്തായി. ക്യാപ്റ്റൻ ബ്രൂക്ക് 6 ബോളിൽ 7 റൺസ്, അതേപോലെ തന്നെ ടോം 5 ബോളിൽ 17 എന്നിങ്ങനെ അവരുടെ 4 വിക്കറ്റ് തുടക്കത്തിലേ തന്നെ
അവരുടെ വീണിട്ടുണ്ടായിരുന്നു. കാരണം 7.3 ഓവറിൽ 95-4 എന്നിങ്ങനെ ലെവലിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു നമ്മുടെ ജേക്കബിന്റെ 105 റണ്ണാണ് അവൻ അടിച്ചു കൂട്ടിയത്. അത് 48 ബോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ, 18-19 ബോളിലെങ്ങാണ്ട് 50 റൺസ് അടിച്ചായിരുന്നു പുള്ളി. അടി എന്നൊക്കെ പറഞ്ഞ് എന്നെ അടി. അയാൾ വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേലിനെയൊക്കെ തെരഞ്ഞു പിടിച്ചു തല്ലുമായിരുന്നു. 6 ഒക്കെ ആയിരുന്നു. അപ്പം വിചാരിച്ചാണ് ഈ കളി കൈവിട്ട് പോയത്. ഒരു 12 ഓവറൊക്കെ ആയപ്പം ശരിക്കും പറഞ്ഞ ടെൻഷൻ മെല്ലെ മെല്ലെ തുടങ്ങിയായിരുന്നു. അതൊരു 15 ഓവർ ആയപ്പോൾ ടെൻഷൻ്റെ അങ്ങേയറ്റമായി. കാരണം ഇവർ വിക്കറ്റ് വീണില്ലെങ്കിൽ കളി കയ്യിൽ നിന്ന് പോയി. അതിനിടയ്ക്ക് ഒരു വിക്കറ്റ് നമ്മുടെ വിൽജാക്സ് ഔട്ടായത് ആയിരുന്നു. കാരണം അവൻ 20 ബോളിൽ 35 റൺസാണ് അടിച്ചു കൂട്ടിയത്. സാം കറൻ വന്നിട്ട് അവന് മികച്ച പിന്തുണ കൊടുത്തു. 14 ബോളിൽ 18 റൺസാണ്. ലാസ്റ്റ് 3 ഓവറിൽ അവർക്ക് ജയിക്കാൻ വേണ്ടത് 18 ബോളിൽ 49 റണ്ണായിരുന്നു. ആ ഓവർ ബുംറ വന്ന് പിടിച്ചതാണ് ഇന്ത്യയുടെ പരിധിയിലോട്ട് കളി വരാൻ കാരണം. ആ ഓവറൊക്കെ എത്തിയപ്പോൾ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെട്ടാന്നിടിക്കും. എന്നോട് കളി കണ്ടുവരുന്ന ഇവിടുന്ന് വീട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ കളി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുണ്ടാവില്ലോ ടെൻഷൻ അടിച്ച് അറ്റാക്ക് ഒന്നും ചത്തുപോലോന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കളി കണ്ടത്. ഒന്നും പറയാനില്ല. ആ ഓവറിൽ ബുംറ 10 റൺസേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഓവർ ചെയ്യാൻ വന്നത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു. ആ ഓവർ എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ തകർപ്പം പ്രകടനം. സാം കറിന്റെ വിക്കറ്റ് അടക്കം 9 റൺസേ വിട്ടുകൊടുത്തുള്ളൂ. പിന്നെ ഇന്ത്യയുടെ കയ്യിലായി കളി. കാരണം വെച്ചാൽ 30 റൺസ് വേണം അവർക്ക് ലാസ്റ്റ് ഓവറിൽ ജയിക്കാൻ. ആരെ കൊണ്ട് ജയിക്കണം എന്നുള്ളത് നമ്മുടെ ശിവൻ ദുബേനെ കൊണ്ടാണ് ജയിച്ചത്. ശരിക്കും പറഞ്ഞ് ഒരു 10-20 റൺസൊക്കെയാണ് അവർക്ക് ജയിക്കാൻ വേണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർ ഈ കളി ജയിച്ച് പാട്ടും പാട്ടി ജയിച്ച് ഫൈനലിലോട്ട് പോയാനെ. ഒരു 30 റൺസൊക്കെ ആയതുകൊണ്ടാണ് ശിവൻ ദുബെ ആദ്യത്തെ 2-3 ബോളിൽ നല്ല തകർപ്പം ബോൾ ചെയ്തു. അതിന് ശേഷമുള്ള ബോളെല്ലാം ഫുള്ള് ലൂസ് ബോളുകളാണ് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ആർച്ചർ നല്ല തല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. ആർച്ചർ ശരിക്കും പറഞ്ഞാൽ 4 ബോളിൽ 19 റൺസാണ് ആർച്ചർ എടുത്തത്. അങ്ങനെയാണ് ഇന്ത്യ 7 റൺസിന്റെ മികച്ച വിജയം തന്നെ എന്ന് പറയാം. കാരണം ഈ പിച്ചില് 1 റണ്ണിനാണെങ്കിൽ അല്ലേ വിജയം തന്നെ മികച്ച വിജയം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ത്യയുടെ ബൗളിങ്ങില് ഹർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 51-1, ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 38-2, ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 33-1, വരുൺ ചക്രവർത്തി 4 ഓവറിൽ 64-1, സ്പിന്നർമാരെ തല്ലിക്കൂട്ടിയിട്ട് അക്ഷർ പട്ടേൽ 3 ഓവറിൽ 35, ശിവൻ ദുബെ 1 ഓവറിൽ 22. അങ്ങനെ 7 റൺസിന്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്, ഫൈനലിലോട്ട് കടന്നത്. ഈ കളിയിലും സഞ്ജു തന്നെ മാൻ ഓഫ് ദ മാച്ച് ആയാലും വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഇവനെ ക്രൂശിച്ചവരെയും മാറ്റി നിർത്തിയവരെയും അകറ്റി നിർത്തിയവരെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തഴഞ്ഞവരൊക്കെ മുമ്പിൽ ഇവൻ തല ഉയർത്തി നിൽക്കുകയാണ് സഞ്ജു മികച്ച പ്രകടനമായിട്ട് ഫൈനലിലും ഒരു മാൻ ഓഫ് ദ മാച്ച് ഒക്കെ ആയി ഒരു സെഞ്ചുറി എല്ലാം അടിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കപ്പ് കൊണ്ടുവരട്ടെ. കാരണം ഇവനെ നമ്മുടെ ക്യാപ്റ്റൻ അന്ന് ചിരിച്ച ഓർമ്മയുണ്ടല്ലോ, ആർക്ക് പകരം ശർമ്മയ്ക്ക് അതോ തിലകിനോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചില്ലേ? അവരെ ഒരാളെങ്കിലും ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല, സഞ്ജു മാത്രം മതി എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ കളി ജയിച്ച് ഫൈനലിലും ജയിച്ച് കപ്പുമായിട്ട് സഞ്ജു വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അവരെ മാറ്റി നിർത്തിയവരൊക്കെ ഇനി ഒരു 2020-ലും അതുപോലെ ഏകദിനത്തിലും ടീമിൽ വരാനും കളിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. മാത്രമല്ല വരും നാളുകളിൽ ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റനും കൂടെ ആവാനും സഞ്ജുവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.